തൃശൂർ കെ.എസ്.ആർ.ടി.സി സ്റ്റാൻഡിന്റെ നവീകരണത്തിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയതായി ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. തൃശൂർ കെ.എസ്.ആർ.ടി.സി സ്റ്റാൻഡ് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിലവിലെ കെട്ടിടം പൊളിച്ചു മാറ്റുവാനുള്ള ടെൻഡർ ഉടൻ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. പി. ബാലചന്ദ്രൻ എം.എൽ.എ. അനുവദിച്ചു നൽകിയ 9.5 കോടി രൂപ ചെലവഴിച്ചാണ് സ്റ്റാൻഡ് നവീകരണം. നിലവിലെ കെട്ടിടവും മുൻവശത്തുള്ള ഗ്യാരേജും പൊളിച്ചുമാറ്റും. പെട്രോൾ പമ്പിന് കൈമാറിയ സ്ഥലത്തുനിന്ന് കുറച്ച് സ്ഥലം കൂടി തിരിച്ചെടുത്ത് വാഹനങ്ങൾ സ്റ്റാൻഡിലേക്ക് കയറുവാനുള്ള എൻട്രൻസ് നൽകും. പാലക്കാട്, തിരുവനന്തപുരം ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകൾ പമ്പിന്റെ ഭാഗത്തുകൂടി സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കും. കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകൾ നിലവിലെ വഴിയിലൂടെ തന്നെ സ്റ്റാൻഡിൽ പ്രവേശിക്കും. പടിഞ്ഞാറ് ഭാഗത്തുള്ള നിലവിലെ വഴിയിലൂടെ തന്നെയായിരിക്കും വാഹനങ്ങൾ പുറത്തേക്ക് പോവുക. നവകേരള സദസ്സിൽ നിന്നും ലഭിച്ച 7 കോടി രൂപയും എം.എൽ.എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുമുള്ള 2.5 കോടി രൂപയും ചെലവഴിച്ചാണ് സ്റ്റാൻഡിന്റെ നവീകരണം. കൂടുതൽ തുക ആവശ്യമെങ്കിൽ അനുവദിച്ചു നൽകുമെന്ന് എം.എൽ.എ. സമ്മതിച്ചതായും മന്ത്രി പറഞ്ഞു. തൃശൂർ ബസ് സ്റ്റേഷൻ നവീകരണത്തിനായി ബഹുമാനപ്പെട്ട എം.എൽ.എ. ശ്രീ ബാലചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ നവകേരള ഫണ്ടിൽ നിന്ന് ലഭിച്ച 7 കോടി രൂപയും അദ്ദേഹത്തിൻ്റെ എം.എൽ.എ. ഫണ്ടിൽ നിന്ന് 2.5 കോടി രൂപയും അങ്ങനെ 9.5 കോടി രൂപ നൽകാമെന്ന് സമ്മതിച്ചു. അതിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങി. അതിനൊരു പ്ലാൻ വരയ്ക്കണം, എങ്ങനെ വേണമെന്നുള്ള കാര്യമാണ് ഞങ്ങളിന്ന് ബഹുമാനായ റവന്യൂ മന്ത്രി ശ്രീ രാജനും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തിട്ടാണ് വന്നത്. മേയറും പങ്കെടുത്തിരുന്നു ആ യോഗത്തിൽ, അദ്ദേഹം വരും. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ബിൽഡിംഗ് പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചു. ഈ ഫ്രണ്ടിലുള്ള ഗ്യാരേജും പൊളിച്ചു മാറ്റും. ഈ പമ്പിലേക്ക് കയറുന്നിടത്ത് ഈ എൻട്രൻസ് വളരെ അടച്ചു കളഞ്ഞു. പമ്പിന് കൈമാറി ഇത്രയധികം സ്ഥലം പമ്പിന് കൈമാറേണ്ട കാര്യമില്ല. കേരളത്തിൽ എവിടെയും അങ്ങനെ കൈമാറിയിട്ടില്ല. ഇതൊരു വാല്യുബിൾ ലാൻഡാണ്. പക്ഷേ ആ പമ്പിന് കൊടുത്തതിൽ നിന്ന് കുറച്ച് ഭാഗം നമ്മൾ എടുക്കും, വണ്ടി കയറി വരാൻ വേണ്ടിയിട്ട്. ഇതുവഴി ഒരു എൻട്രൻസ് കൊടുക്കും. മിനിസ്റ്റർ പറഞ്ഞ പോലെ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന വണ്ടികൾ അവിടെ നിന്ന് കയറാനും തിരുവനന്തപുരം, പാലക്കാട് നിന്ന് വരുന്ന വണ്ടികളെല്ലാം ഇതിലേ കയറാനും ഉള്ളൊരു സംവിധാനം ഉണ്ടാക്കും. വേ ഔട്ട് അതുവഴി തന്നെയായിരിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ഏരിയ, ഒരു പ്രദേശത്ത് വരുന്ന വണ്ടികൾ ഇവിടെ നിർത്താനും അവിടെ നിന്ന് വരുന്ന വണ്ടികൾ ഇവിടെ നിന്ന് 2 സ്റ്റാൻഡാക്കി ഇവിടെ ഒരു വെയിറ്റിംഗ് ഏരിയ വരും. അത് സ്റ്റീലിലായിരിക്കും ചെയ്യുന്നത്. അതിനകത്ത് ഒരു വണ്ടി ബസ്സിൻ്റെ പൊക്കത്തിന് മേളിൽ കാണും. അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഡിസ്പ്ലേകളും ഇൻഫർമേഷൻ ഡിസ്പ്ലേ എല്ലാം ഉണ്ടാവും. അവിടെ ബസ് സ്റ്റേഷനിൽ 3 നിലയിലാണ് പണിയുന്നത്. അത് താഴത്തെ നിലയിൽ ഓപ്പറേഷനുമായി അത്യാവശ്യം ഓപ്പറേഷൻ, പിന്നെ ക്യാൻറ്റീൻ, ടോയ്ലറ്റ് എല്ലാം താഴത്തെ നിലയിൽ പോകും. ഈ കെട്ടിടം പരമാവധി പുറമോട്ട് നീക്കി വയ്ക്കും. ഇതിൻ്റെ പുറയിൽ ഒരു ടോയ്ലറ്റ് സമുച്ചയമൊക്കെ അതൊക്കെ വേസ്റ്റാണ്. അതെല്ലാം പൊളിച്ചിട്ട് കോർപ്പറേഷൻ അനുവദിക്കുന്ന സെറ്റ് ബാക്ക് അടുത്ത പുരയിടത്തിൽ നിന്ന് അനുവദിക്കുന്ന അത്രയും ലെവലിൽ പുറമോട്ട് തള്ളുമ്പോൾ ഈ ഗാരേജിനകത്ത് കുറച്ചുകൂടി സ്ഥലം കിട്ടും. ഈ പമ്പിൻ്റെ വേലി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ എം.എൽ.എ. കുറച്ച് ഫണ്ട് കൂടെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് ഗ്യാരേജുണ്ട്, നമ്മൾ ഗ്യാരേജ് ഇവിടെ പഴയ ഒരു ഗ്യാരേജുണ്ട്, അതിനെ ഒന്ന് പുതുക്കി വൃത്തിയാക്കാനും അദ്ദേഹം പണം തരാം എന്നൊരു 50 ലക്ഷം രൂപ അദ്ദേഹം തരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് തരാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എം.എൽ.എ. ഫണ്ടിൽ ബാലൻസ് ഉണ്ട്, അതും ഉടൻ തന്നെ ഡിസൈൻ ചെയ്യും. ഞങ്ങൾ ചർച്ചയിൽ തീരുമാനിച്ചതനുസരിച്ച് ഇപ്പോൾ സൈറ്റ് കണ്ടു. ഇനി ഇതിൻ്റെ പുറവശം കൂടി ഒന്ന് കാണണം, അത്രയേ ഉള്ളൂ. അവിടെ പൊളിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കും. നാളെ തന്നെ കെ.എസ്.ആർ.ടി.സി MD നാളെയും മറ്റന്നാളുമായിട്ട് ഇത് പൊളിക്കാനുള്ള അനുമതി നൽകും കെ.എസ്.ആർ.ടി.സിക്ക്. അടുത്ത തിങ്കളാഴ്ചയ്ക്ക് മുമ്പേ, ടൈം ബൗണ്ടഡ് ആണല്ല, അടുത്ത തിങ്കളാഴ്ചയ്ക്ക് മുമ്പേ കെ.എസ്.ആർ.ടി.സി ഇത് പൊളിച്ചു മാറ്റാനുള്ള ടെൻഡർ വിളിക്കും. തിങ്കളാഴ്ച, ഇന്ന് തിങ്കളാഴ്ചയാണ്, അടുത്ത തിങ്കളാഴ്ച ചെയ്ത് കഴിഞ്ഞാൽ ആ ടെൻഡറിൽ പങ്കെടുക്കുന്ന ആൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഈ പഴയതുപോലെയല്ല, തോന്നുമ്പോൾ പൊളിക്കാൻ പറ്റില്ല, 45 ദിവസം പൊളിക്കണം. പൊളിച്ചില്ലെങ്കിൽ ഫൈൻ ക്ലോസ് ഉണ്ട്, ഇങ്ങോട്ട് പൈസ തരേണ്ടി വരും കെ.എസ്.ആർ.ടി.സി. അതുകൊണ്ട് അത്തരത്തിലുള്ള വ്യവസ്ഥയിലാണ്. പണ്ടൊക്കെ ആരെങ്കിലും എടുത്തിട്ടിട്ട് പോകുമ്പോൾ പൊളിക്കത്തില്ല, അങ്ങനെയാണ്. ഇപ്പോൾ അങ്ങനെയല്ല, അവർക്ക് 45 ദിവസം സമയം നമ്മൾ കൊടുക്കും. അതിന് മുമ്പ് എല്ലാം ഷിഫ്റ്റ് ചെയ്ത് മാറ്റി കൊടുക്കും.